വികൃതി നിറഞ്ഞ കുട്ടികളെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ജീവിതം മാറ്റിവെച്ച വിശുദ്ധനാണ് ഡോൺ ബോസ്കോ. ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന സലേഷ്യൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ജോൺ ബോസ്കോ 1815 ഓഗസ്റ്റ് 16 ഇറ്റലിയിലെ ട്യൂറിനിലെ ഒരു ചെറിയ ഗ്രാമമായ ബെക്കിയിലാണ് ജനിച്ചത്. 1841 അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു. വൈദികനായ ഡോൺ ബോസ്കോയുടെ ശ്രദ്ധ തെരുവീഥികളിലും ചന്തസ്ഥലങ്ങളിലും അലഞ്ഞു നടക്കുന്ന യുവജനങ്ങളുടെ നേരെ തിരിഞ്ഞു. പ്രാർത്ഥിക്കാൻ ദേവാലയം, ഭവനരഹിതർക്ക് ബോർഡിംഗ് എന്നിവ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളായിരുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്കും ജനജീവിതത്തിന്റെ ഉന്നമനത്തിനുമായി വിശുദ്ധൻ വളരെയധികം തീഷ്ണതയോടെ പ്രവർത്തിച്ചു. 1888 വിശുദ്ധ ജോൺ ബോസ്കോയുടെ മരണസമയത്ത് ലോകം മുഴുവനുമായി സലേഷ്യൻ സൊസൈറ്റിക്ക് 250 ഭവനങ്ങളിലായി 130,000-ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഇന്ന് ലോകമെമ്പാടും പ്രശസ്തമായ വിധം സേവനം ചെയ്യുന്ന സലേഷ്യൻ സഭ 1849 സ്ഥാപിതമായത്. 1888 ജനുവരി 31 വിശുദ്ധൻ മരണമടഞ്ഞു. 1907 ജൂലൈ 21 പിയൂസ് 10 മാർപ്പാപ്പ അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചു. 1929 പിയൂസ് 11 മാർപ്പാപ്പ ഡോൺ ബോസ്കോയെ വാഴ്ത്തപ്പെട്ടവനായും 1934 വിശുദ്ധനായും പ്രഖ്യാപിച്ചു. വിശ്വാസം, കരുണ, സ്നേഹം എന്നീ സുഹൃതങ്ങളും ദൈവപരിപാലനയിലുള്ള ബോധ്യവും അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്നു. ഈ പുണ്യങ്ങൾക്കായി വിശുദ്ധ ജോൺ ബോസ്കോയെ അനുസരിക്കുകയും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം നമുക്ക് തേടുകയും ചെയ്യാം. വിശുദ്ധ ജോൺ ബോസ്കോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകമെമ്പാടും 133 രാജ്യങ്ങളിലായി പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഡോൺ ബോസ്കോ സലേഷ്യൻ സഭയുടെ ഒരു ഭാഗമാണ് ട്രിവാൻഡ്രം ഡോൺ ബോസ്കോ വീട് സൊസൈറ്റി. ട്രിവാൻഡ്രം ഡോൺ ബോസ്കോ മെയ് 1991 ആണ് സ്ഥാപിതമായത്. തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുട്ടികൾക്കായി ഒരു അഭയകേന്ദ്രമായാണ് ആദ്യം ഇത് ആരംഭിച്ചത്. തെരുവിലെ കുട്ടികൾക്കായുള്ള രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസവും മുൻനിർത്തി അനേകം പ്രവർത്തനങ്ങൾ ഡോൺ ബോസ്കോ ചെയ്തു വരുന്നു. ഇപ്പോൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും ദുരിതമനുഭവിക്കുന്ന അനേകം മനുഷ്യരുടെയും ആശ്വാസ കേന്ദ്രമാണ് ഈ ഡോൺ ബോസ്കോ. അങ്ങനെ ഒരു മാതൃകാ സ്ഥാപനമായി ഡോൺ ബോസ്കോ നിലനിൽക്കുന്നു. നിലവിൽ 7 പ്രൊജക്റ്റുകളാണ് ഡോൺ ബോസ്കോയ്ക്കുള്ളത്. ഷെൽട്ടർ ഹോം, അഭയം ആവശ്യമായ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും കരുതലും നൽകുന്ന അഭയകേന്ദ്രം. കീൻ, കരിമഠം കോളനിയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള വിദ്യാഭ്യാസ സഹായവും അതോടൊപ്പം സ്വയം പര്യാപ്തത നേടാനുള്ള പരിശീലനങ്ങളും നടത്തിവരുന്നു. ഡ്രീം, മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിനെതിരായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും കൗൺസിലിംഗ് സർവീസ്, ഡി അഡിക്ഷൻ സർവീസ് എന്നിവ നൽകുകയും ചെയ്യുന്നു. ഇംപാക്ട്, മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനായുള്ള കോച്ചിംഗ് ക്ലാസുകളും മറ്റു സേവനങ്ങളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും നൽകി വരുന്നു. അവേക്ക്, MSK നഗറിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനും വികസനത്തിനുമായി ട്യൂഷൻ സെന്റർ, തയ്യൽ പരിശീലനം, ഫുട്ബോൾ കോച്ചിംഗ് എന്നിവ നൽകി വരുന്നു. സ്പാർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും കോളനികളിൽ താമസിക്കുന്നതുമായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നതിനോടൊപ്പം അവരുടെ